വയനാട് ഉരുൾപൊട്ടലിൽ 341 പേരാണ് മരണമടഞ്ഞത്. അതിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു മൃതദേഹം കൂടി എത്തിച്ചിട്ടുണ്ട് എന്ന വിവരം അല്പസമയം മുൻപ് വന്നു. ഇന്ന് ആകെ 9 മൃതദേഹമാണ് അവിടെ എത്തിച്ചത്. ഇതിൽ 3 മൃതദേഹം, 6 ശരീരഭാഗം എന്നിങ്ങനെയാണ്. ഇതുവരെ ഇങ്ങോട്ടേക്ക് 198 മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. ഇതിൽ 70 മൃതദേഹം, 128 ശരീരഭാഗങ്ങൾ എന്നിങ്ങനെയാണ്. പുഞ്ചിരിമട്ടത്തും ഉൾപ്പെടെയുള്ള തെരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിന്റെ വിവരങ്ങളൊക്കെയാണ് ഷഫീദ് റാവുത്തർ അല്പം മുൻപ് നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് ചാലിയാർ ിലേക്കാണ്. അവിടെ നിന്ന് സമീർ ബിൻ കരീമാണുള്ളത് വിവരങ്ങളുമായി. സമീർ, ചാലിയാറിൽ തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വലിയ മേഖല, കിലോമീറ്ററുകൾ മാറിയൊക്കെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള തെരച്ചിലായിരുന്നു, പരിശോധനയാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ പുഴയിൽ വലിയ പാറക്കല്ലുകൾ ഉള്ളത് കൊണ്ട് ബോട്ടുകൾ ഇറക്കുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തോണി ഉപയോഗിച്ചുള്ള പരിശോധന അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്തുകൽ നീർപ്പുഴ മുക്കം എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സാധാരണഗതിയിലുള്ള തിരച്ചിൽ നടന്നിരുന്നെങ്കിലും ഇന്ന് ഊർജിതമായ തിരച്ചിലാണ് ഈ ഭാഗത്തേക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തകർ ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയം മുന്നേ ഇവിടെ നിന്നും ഒരു ശരീരത്തിന്റെ ഭാഗം കൂടി ലഭിച്ചു. നിലവിൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്ന് പ്രധാനമായും ഹെലികോപ്റ്റർ വഴിയുള്ള നിരീക്ഷണങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് സ്കൂബ ടീമും കൂടെ ഇന്ന് ചാലിയാർ പുഴയിൽ തിരച്ചിലിനായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ ചാലിയാർ പുഴയിൽ നിന്ന് ഇന്ന് 9 മൃതദേഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 3 മൃതദേഹങ്ങളും 6 ശരീരഭാഗങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഇതുവരെ ചാലിയാർ പുഴയിൽ നിന്നും ആകെ 198 മൃതദേഹങ്ങൾ ചാലിയാർ പുഴയുടെ ഒഴുക്കിൽ എത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 70 മൃതദേഹങ്ങളും 128 ശരീരഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയിലുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഒരു പ്രതിസന്ധി എന്നുള്ളത് ചാലിയാർ പുഴയുടെ മറുകരയിലുള്ള ഉൾവനത്തിൽ നിന്നും ലഭിക്കുന്ന മൃതദേഹങ്ങളും അതിൻ്റെ ശരീരഭാഗങ്ങളും എല്ലാം തന്നെ ഇപ്പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ ഈ ആദിവാസി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ചെങ്ങാടം മാത്രമാണ് ആശ്രയം എന്നുള്ളതാണ്. അതിന് കാരണം അവിടെ നിലവിൽ ചാലിയാറിൻ്റെ ഈ മുണ്ടേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ആഴം കുറവാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിൻ്റെ എഞ്ചിൻ ഘടിപ്പിച്ച ഈ ബോട്ട്, ഡിങ്കികൾ ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ അത് തുഴഞ്ഞു പോകാനായിട്ട് കഴിയാത്ത തരത്തിലുള്ള ഒഴുക്കും ഈ ഭാഗത്തുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആദിവാസികൾ ഈ പുഴ മുറിച്ചു കടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ചങ്ങാടം മാത്രം ഒരു ആശ്രയമായി മാറുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഈ ചാലിയാർ പുഴയുടെ മുണ്ടേരി ഭാഗത്ത് ഒരു പാലമുണ്ടെങ്കിലും 2019 പ്രളയത്തിൽ ഈ പാലം തകർന്നു. പിന്നീട് അത് പുനർനിർമ്മിച്ചിട്ടില്ല. അതുകൂടി ഒരു പ്രതിസന്ധിയായി, ഒരു കല്ലുകടിയായി മാറുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള 3 പേർ നിലമ്പൂരിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിന് പോവുകയും അങ്ങനെ അവർ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ വനത്തിനുള്ളിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. ഇന്ന് ഈ പ്രദേശത്ത് 100-ലധികം സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും തണ്ടർ ബോൾട്ടും ഒപ്പം തന്നെ വിവിധ സേനകളെല്ലാം തന്നെ ഊർജിതമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വലിയ തരത്തിൽ തെരച്ചിൽ നടന്ന ഭാഗത്തല്ല ഇന്ന് വലിയ രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് പ്രധാനമായും ഭൂദാനം ഒപ്പം തന്നെ അത്തരം മേഖലയിലാണ് പ്രധാനമായും തിരച്ചിലുള്ളത് എന്നുള്ളതാണ്. ഏതായാലും തിരച്ചിൽ വൈകുന്നേരം വരെ തുടരും. ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത് എവിടേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ കൃത്യമായി തന്നെ അറിയിക്കണം. അവിടങ്ങളിലൊക്കെ തന്നെ നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി സേന എത്തുമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകർ വനം വകുപ്പിനെയോ അതല്ലെങ്കിൽ പോലീസിനെയോ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും സംശയകരമായി കണ്ടു കഴിഞ്ഞാൽ അത് പോലീസിനെയും അറിയിക്കണം. അങ്ങനെ അവരുടെ കൂടി സാന്നിധ്യത്തിൽ മാത്രമേ പുഴ മുറിച്ചു കടക്കാനോ അതല്ലെങ്കിൽ അത്തരം മേഖലയിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് ജില്ലാ പോലീസ് മേധാവി ഒരു നിർദ്ദേശം കൂടി നിലവിൽ നൽകിയിരിക്കുകയാണ്. ഏതായാലും ചാലിയാർ പുഴയിൽ ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് അത് ബാധിക്കുന്നുണ്ട്. എന്നാൽ വെള്ളത്തിന്റെ തോത് അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞത് മൂലം പലയിടങ്ങളിലും ഈ മൺതിട്ട ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ മൃതദേഹം കണ്ടെത്തുന്നു എന്നുള്ളതും ഇന്ന് വേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സേനയുടെ ഹെലികോപ്റ്റർ ഈ ചാലിയാറിലൂടെ നിരീക്ഷണം നടത്തി പറക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. 2 ഹെലികോപ്റ്ററാണ് പ്രധാനമായും ഈ ചാലിയാറിൽ തിരച്ചിലായി എത്തുന്നത്. ഒന്ന് സേനയുടെ, നേവിയുടെ ഹെലികോപ്റ്റർ, അതോടൊപ്പം തന്നെ പോലീസിന്റെ ഹെലികോപ്റ്റർ എന്നിങ്ങനെയാണ്. ഇന്നലെ ഹെലികോപ്റ്ററിൽ സേനാ വിഭാഗങ്ങൾ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് അത് ഉൾവനത്തിൽ ഇറങ്ങി അവിടെ തിരച്ചിൽ നടത്തിയിരുന്നതാണെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഉൾവനത്തിലെല്ലാം തന്നെ കൂടുതൽ തിരച്ചിൽ നടത്തിയ സാഹചര്യത്തിൽ ഇന്ന് ഹെലികോപ്റ്റർ നിരീക്ഷണമാണ് നടത്തുന്നത് എന്നുള്ളതാണ് നിലവിൽ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയുടെ എല്ലാ തീരങ്ങളിലും തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ
കൂടുതൽ ഫയർഫോഴ്സിന്റെ സേനകളും ഒപ്പം തന്നെ പോലീസിന്റെ സേനകൾ ഒപ്പം സന്നദ്ധ പ്രവർത്തകർ കൂടുതലായി ജില്ലയുടെ ചാലിയാർ പുഴയുടെ എല്ലാ തീരങ്ങളിലും വലിയ തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇതുവരെ 7ഓളം മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇനി ലഭിക്കുന്ന മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ഇന്നൊക്കെ ലഭിക്കുന്ന ജീർണിച്ച തരത്തിലുള്ള മൃതദേഹ ഭാഗങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ നിലവിൽ വയനാട്ടിലേക്ക് ഇനി കൊണ്ടുപോകില്ല. പകരം ഈ ജീർണിച്ച ശരീരഭാഗങ്ങളെല്ലാം തന്നെ നിലവിൽ തെരച്ചിൽ ഊർജിതമാണ്. അവിടെ 40 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള പരിശോധന നടക്കുന്നു. കൂടാതെ അതിന് സമീപ മേഖലയിലുള്ള വനപ്രദേശങ്ങളിലുള്ള പരിശോധനയുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്റർ നിരീക്ഷണം, അത് പോലീസിന്റെയും സേനയുടെയും ഒക്കെ ഹെലികോപ്റ്റർ നിരീക്ഷണം, ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. കൂറ്റൻ പാറക്കല്ലുകളുണ്ട്, അതുകൊണ്ട് ബോട്ടുകൾ ഇറക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. തോണി ഇറക്കി ഒക്കെയുള്ള തരത്തിലേക്കുള്ള പരിശോധന, അതൊക്കെയാണ് ചാലിയാർ പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.